വോട്ട് ചോരിയിൽ പ്രചാരണം ശക്തമാക്കാൻ വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ തീരുമാനം. വോട്ടുകൊള്ള പിടികൂടിയതിനു ശേഷമാണ് സുരക്ഷയൊരുക്കാൻ ഗണേഷ് കുമാർ ഓർമ്മിച്ചതെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടില്ലാതാക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി മല്ലികാർജുൻ ഖർഗെയും കുറ്റപ്പെടുത്തി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ബീഹാറിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ വോട്ടുകൊള്ള തന്നെയാണ് പ്രധാന ചർച്ചയായത്. വോട്ട് കളന്മാരെ പിടിക്കും എന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകി. വോട്ടുകൊള്ളയിൽ സത്യപ്രസ്താവന നൽകേണ്ടത് രാഹുൽ ഗാന്ധിയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് മല്ലികാർജുൻ ഖർഗെ വ്യക്തമാക്കി. വോട്ടുകൊള്ളയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഹൈഡ്രജൻ ബോംബ് കൊണ്ട് അവസാനിക്കില്ല എന്ന് ജയറാം രമേശ് പറഞ്ഞു. കേരളം അടക്കം രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടുകൊള്ളയ്ക്കെതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പാർട്ടി പുനഃസംഘടന നടപടികളും കോൺഗ്രസ് പ്രവർത്തക സമിതി വിലയിരുത്തി. मैंने हाइड्रोजन बॉम्ब की बात करी है, वो आएगा, ठहर जाइए, वो आ रहा है, वो आएगा। और फिर आपको बीजेपी की जो सच्चाई है, जो इन्होंने पूरे देश में किया है, बिहार में करने की कोशिश कर रहे थे और बिहार के युवा ने इनको रोक दिया है. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചർച്ചയിൽ കടുത്ത നിലപാട് കോൺഗ്രസ് സ്വീകരിക്കില്ല എന്നാണ് സൂചന. വിജയ സാഹചര്യം പരിശോധിച്ച് സീറ്റ് നിർണ്ണയിക്കും എന്നാണ് വിവരം. റിപ്പോർട്ടർ, ദില്ലി.